പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. അവിടെ 33ാമത്തെ വിവാഹ വാർഷികമാണെന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. ചെറിയൊരു സൽക്കാരാണെന്നാണ് പറഞ്ഞിട്ടത്. പിന്നെ അവരുടെ ഡേറ്റ് അതേമാതിരി ജനുവരി 19 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത്. കേക്ക് ഉണ്ടാക്കി, ലഡു വാങ്ങി, പിന്നെ പഴയ കാലത്തെ മുട്ടായി വാങ്ങി. അതൊക്കെ രസമായിട്ട് ഞങ്ങളത് കൊണ്ടുപോയതാണ്. പക്ഷെ അവർ പ്രതീക്ഷിച്ചിട്ടില്ല ഈ കേക്ക് കൊണ്ടുവരുന്നതൊന്നും. അത് സൂപ്പറായിട്ടുണ്ട്. അളിയന് ആദ്യമായിട്ടാണ് കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്നത് കേട്ടോ. അവർക്കൊരു മോനാണുള്ളത്. അവരെ മോളാണ് അവരുടെ അടുത്തുള്ളത്. മോനൊരു കുട്ടിയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയൊക്കെ തന്നെ സൂപ്പറായിട്ടുണ്ട്. ഇതാണ് അവരുടെ മോൻ കേട്ടോ. അതാ അവൻ്റെ ഭാര്യയാണത്. അത് അവർക്കൊരു പേരക്കുട്ടിയാണ് ഉള്ളത്. കേക്കൊക്കെ എല്ലാവർക്കും മുറിച്ച് ഒരിച്ചെടുക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കാറ്റാടിപ്പാടം പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. നല്ല രസമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അവിടെ കാണാൻ കാറ്റൊക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണ്. ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും. പക്ഷെ ഞങ്ങളിങ്ങനെ പോയപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അവിടെ ചെന്നിട്ടൊരു ചായയും ഒരു കടിയൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ എൻജോയ് ഒക്കെ ചെയ്ത് വരാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. ആദ്യം ഇവിടെ ഒരു ചെറിയൊരു ചായപ്പീടികയിലുണ്ടായിരുന്നത്. പക്ഷെ അതിങ്ങനെയൊക്കെ ആയപ്പോൾ കുറേ ആളുകൾ തിരക്കാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ. വെയിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. നല്ല വെയിലാണ്. പക്ഷേ തിരക്കാവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എളുപ്പം പോയതാണ്. വീട്ടിലേക്ക് പോവും വേണം. എല്ലാവർക്കും അവരുടേതായിട്ട് വീട്ടിലേക്ക് പോകണ്ടേ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇന്ന് കൂടി വന്നതാണ് ഇവിടെ. ചായ, ലൈമ്, ചായ വേണ്ടവർ ചായ കുടിക്കുക, ലൈമ് വേണ്ടവർ ലൈമ് കുടിക്കുക. ചായക്ക് കടി പരിപ്പ് വട, സമൂസ, പഴംപൊരി എല്ലാം ഉണ്ട്. നമുക്ക് വേണ്ടതൊക്കെ വാങ്ങി തിന്നാം. ഇങ്ങനൊരു സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷെ പാടത്ത് ചെറിയൊരു ചായപ്പീടിയായിട്ട് ഇനി ഇവിടെ ഉണ്ടായിരുന്നത്. ഇത്ര ഫേമസ് ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ലേനു. ഇപ്പം ഒക്കെ ഉഷാറായിട്ടുണ്ട്. അപ്പോൾ തിരക്കായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. വെയിലുണ്ട് പറഞ്ഞിട്ടില്ല, നല്ല കാറ്റുണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കും കാറ്റാടിപ്പാടെന്നാക്കിയത്. നല്ല അടിപൊളി സ്ഥലമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.